നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാത്തിലും നീ ജയിച്ചു എന്നുള്ള അഹങ്കാരത്തിന്റെ ചിരി ഇപ്പൊ നിന്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം. അത് മുഖത്ത് പ്രകടമാവുന്നില്ലെങ്കിലും ഉള്ളിൽ അങ്ങനെ ആഘോഷിക്കുന്നുണ്ടെന്ന്. ആ ആഘോഷം നിന്റെ മുഖത്തേക്ക് വരുന്നൊരു സമയമുണ്ടല്ലോ, നിന്റെ വിവാഹ മുഹൂർത്തത്തിന്റെ സമയം. ആ സമയത്ത് ഞാൻ വരുന്നുണ്ട് നിന്റെ മുന്നിലേക്ക്, എന്റെ സച്ചേട്ടനോടൊപ്പം. ഈ വിവാഹം നടക്കില്ലടാ. എന്റെ സച്ചിയും സന്ധ്യയും അർച്ചനയും ഒക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ നിനക്ക് എന്റെ മോളെ തരാൻ തീരുമാനിച്ചു. ആ എന്നോട് നീ അച്ഛാ, അച്ഛനോട് ക്ഷമിക്കടാ. ഞാനൊന്നും അറിയാതെ. മോളെ, നിന്റെ ഭാഗമായിരുന്നു ശരി. നീ പറഞ്ഞപ്പോഴൊക്കെ ഞങ്ങളത് കാര്യമായിട്ട് എടുത്തില്ല എന്ന് മാത്രമല്ല, നിന്നെ ഒരുപാട് വഴക്ക് പറയുകയും ചെയ്തു. അതൊക്കെ വിട്ടേക്കച്ചാ. സച്ചേട്ടനെ കൂട്ടി വരാന്ന് പറഞ്ഞു പോയി. എനിക്ക് വഴിയിലുടനീളം ഈശ്വരൻ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് പറയാം. ഇവിടെ വെച്ച് തീർപ്പാക്കേണ്ട മറ്റൊരു വലിയ കാര്യമുണ്ട്. എന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ വിവാഹം നടക്കില്ലെന്ന്. നീ ഈ നാട്ടിലേക്ക് വന്നത് മുതലുള്ള കാര്യങ്ങൾ നീ പറയൂ അതോ ഞാൻ പറയണോ? ഞാൻ തന്നെ പറയാം. അതിലാദ്യത്തേത് നിന്റെ പേര് തന്നെയാണ്. നിന്റെ പേര് ധനുഷ് എന്നല്ല. എന്താ ശരിയല്ലേ? അർച്ചന ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം മര്യാദയ്ക്ക് പറഞ്ഞോളൂ നീ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടിട്ട് തല്ലും. മര്യാദയ്ക്ക് നീ പറഞ്ഞോ. നിന്റെ പേര് ധനുഷ് എന്നാണോടാ? അല്ല. എന്തൊക്കെയായി പറയുന്നേ? ഞങ്ങളുടെ മോനാ ഇവൻ. അവന്റെ പേര് ധനുഷൻ തന്നെയാ. സത്യം പറ, താനിവന്റെ അച്ഛനാണോ? പറയാൻ. അല്ല. ഞാനൊരു നാടകക്കാരനാ. പൈസയ്ക്ക് വേണ്ടി വേഷം കെട്ടിപ്പോയതാ സാറേ. ഞാൻ മാത്രമല്ല, ഇവരവന്റെ അമ്മയും പെങ്ങളും ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും പൈസയ്ക്ക് വേണ്ടി അഭിനയിക്കുന്നവരാ. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. കേട്ടല്ലോ, പേര് മുതൽ അമ്മ വരെ വ്യാജം. അന്ന് ഇവന്റെ പേരിൽ ഞങ്ങൾ കള്ളക്കേസ് ഉണ്ടാക്കിയെന്ന് എല്ലാവരും പറഞ്ഞു. മുൻപ് ജോലി ചെയ്തിരുന്ന ഓഫീസിലെ ആ പെൺകുട്ടി മരിച്ചത് ഇവൻ കാരണം തന്നെയാ. രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ഞാനായിട്ട് തന്നെ രക്ഷപ്പെടുത്തിയതാ. ഞാനിവിടെ അവന്തിക എന്ന നിങ്ങളുടെ പേര് പോലും പറയാത്തത് നിങ്ങൾ എനിക്ക് നെല്ലിശ്ശേരിയിൽ വേണം.
കൂട്ടുപ്രതിയായല്ല നിങ്ങൾക്ക് ശിക്ഷ കിട്ടേണ്ടത്. നിങ്ങൾക്കുള്ളത് താമസിയാതെ ഞാൻ തരുന്നുണ്ട്. വാ. വരാൻ. എല്ലാത്തിലും നീ ജയിച്ചു എന്നുള്ള അഹങ്കാരത്തിന്റെ ചിരി ഇപ്പൊ നിന്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം. അത് മുഖത്ത് പ്രകടമാവുന്നില്ലെങ്കിലും ഉള്ളിൽ അങ്ങനെ ആഘോഷിക്കുന്നുണ്ടെന്ന്. ആ ആഘോഷം നിന്റെ മുഖത്തേക്ക് വരുന്നൊരു സമയമുണ്ടല്ലോ, നിന്റെ വിവാഹ മുഹൂർത്തത്തിന്റെ സമയം. ആ സമയത്ത് ഞാൻ വരുന്നുണ്ട് നിന്റെ മുന്നിലേക്ക്, എന്റെ സച്ചിനോടൊപ്പം. ഈ വിവാഹം നടക്കില്ലടാ. മോനെ സന്ദീപ്, ഇതിപ്പോ നേരെ ഒരുപാടായില്ലേ? സ്കാനിംഗ് റിപ്പോർട്ട് കിട്ടിയിട്ടും സർജറിയെ കുറിച്ച് ആരും ഒന്നും പറയുന്ന പോലും ഇല്ല. എത്ര നേരം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത്? മോൻ ഒന്ന് പോയി ഡോക്ടറോട് ചോദിക്കേ, എന്തെങ്കിലും അറിഞ്ഞൊന്ന് സമാധാനമായിട്ട് ഇരിക്കെങ്കിലും ചെയ്യാലോ. അതെ മോനെ, 8 മണിക്കൂർ മുമ്പേ പറഞ്ഞതല്ലേ. സമയം ഇപ്പൊ ഇത്രയായില്ലേ, ഇനി നമ്മൾ എന്ത് ധൈര്യത്തിലായിരിക്കുന്നേ? ഡേറ്റ് വല്ലതും മാറ്റിവെച്ചെന്നോ സ്കാനിംഗ് റിപ്പോർട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നോ ഒന്നും നമുക്കറിയില്ലല്ലോ. രണ്ടിലൊന്നും അറിഞ്ഞേ പറ്റൂ. ഞാനും വരാം, നമുക്ക് ഡോക്ടറെ ഒന്ന് പോയി കാണാം. ഡോക്ടർ രാവിലെ സർജറിയുടെ കാര്യം പറഞ്ഞിരുന്നു. ഇതുവരെ വിളിച്ചില്ല. അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കാൻ വരികയായിരുന്നു ഇവര്. അത് പറയാൻ തന്നെയാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇന്ന് സർജറിയുടെ ആവശ്യമില്ല. സ്കാനിംഗ് റിപ്പോർട്ടിന്റെ റിസൾട്ട് പോസിറ്റീവാണ്. അതായത് കുഞ്ഞിന്റെ പൊസിഷൻ ഏകദേശം നോർമൽ പൊസിഷനിലേക്ക് ആയിട്ടുണ്ട്. ദൈവമേ, സാധാരണ വളരെ റെയർ കേസിലേ ഇത് സംഭവിക്കാറുള്ളൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് കരുതിയാൽ മതി. 2-3 ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നോർമൽ ഡെലിവറിക്ക് തന്നെ സാധ്യതയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.